സാറ് റോഡിൽ കുഴികളൊന്നും ഉണ്ടാവരുതെന്ന് സാറ് വിധിച്ചു. ഇപ്പോഴും റോഡിൽ കുഴികളുണ്ട്. സാറ് നോക്കുകൂലി കർശനമായിട്ട് നിരോധിക്കണമെന്ന് വിധിച്ചു. പക്ഷെ ഇപ്പോഴും നോക്കുകൂലി വാങ്ങുന്നുണ്ട്. നമ്മൾ പരാതി പറയാൻ പോലും പേടിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ സാർ ഈ പോലീസുകാർ എടാപ്പാടാന്ന് വിളിക്കരുതെന്ന് പറഞ്ഞു. പക്ഷെ ഇന്നും പോലീസുകാർ എടാപ്പാടാന്ന് വിളിച്ചിരുന്നെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുകയാണ്. കാരണം വിളിക്കുന്നത് അതിലും മോശമാണ്. അപ്പോൾ ഇത് പോലീസ് ഇത് വീണ്ടും വീണ്ടും ഇതേ തെറ്റുകൾ വരുന്നു, വീണ്ടും വീണ്ടും ഇതേ വിധികൾ വരുന്നു. ഇതിൽ ജുഡീഷ്യറിക്ക് എന്ത് ചെയ്യാൻ പറ്റും സാർ? ഇത് ഞാൻ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു ചോദ്യം. അതുകൊണ്ട് ഐ എം നോട്ട് സർപ്രൈസ്ഡ്. ഇങ്ങനെ നമ്മൾ ഒരു സ്വീപ്പ് ഓഫ് ദി ഹാൻഡിൽ എല്ലാം ശരിയാക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ഞാൻ എന്നും ആലോചിക്കാറുണ്ട്. അതല്ല, സാധ്യമല്ല. അതിന് പല പല ഫാക്ടേഴ്സ് ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നമ്മൾ ഡിക്ലറേറ്ററി റിലീഫ്സ് കൊടുത്തു കഴിയുമ്പോൾ ഞാൻ ഈ പറയുന്നൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. ഐ വാണ്ട് ദ പബ്ലിക് വോയിസ് ടു ബി നൗ ഹേർഡ്. കേരളത്തിൽ നമ്മൾ ഏറ്റവും പ്രബുദ്ധര എന്ന് പറയുന്ന നമ്മുടെ ഇടയിൽ പോലും ഈസ് ദ റിയലി എ പബ്ലിക് വോയിസ്? നിങ്ങൾക്ക് ക്യാൻ യു ക്രോസ് യുവർ ഹാർട്ട് ആൻഡ് ടെൽ മീ ദർ ഇസ് എ പബ്ലിക് വോയിസ്? ഇവിടെ ഒരു കുഴി കണ്ടാൽ അത് എല്ലാവർക്കും ബാധകമാണെന്നും അത് നമ്മളിൽ ഓരോരുത്തരെയും ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യമാണെന്ന് നമ്മൾ വിചാരിച്ചുകൊണ്ട് ഒരു കളക്റ്റീവ് വോയിസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതിൻ്റെ ഗുണമാണ് ഇവിടെയുള്ള അഡ്മിനിസ്ട്രേറ്റേഴ്സ് അതിൻ്റെ അഡ്വാൻറ്റേജ് എടുക്കുന്നത്. അപ്പോൾ എന്ത് വന്നാൽ, ഇപ്പോൾ നിങ്ങളെ നേരത്തെ പറഞ്ഞു ഒരാൾ നിങ്ങളെ ചീത്ത വിളിച്ചു എന്ന് പറഞ്ഞു. അൺഫോർച്ചുനേറ്റ്ലി നിങ്ങൾ ഒറ്റയ്ക്ക് ആ കേസ് നടത്തേണ്ടി വരും. അതിൻ്റെ ദൂഷ്യവും നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യേണ്ടി വരും. നിങ്ങൾ അതിൻ്റെ എല്ലാ ദോഷവശങ്ങളും നിങ്ങൾ എടുക്കേണ്ടി വരും. നിങ്ങൾ ചിലപ്പോൾ കള്ളക്കേസിൽ കൊടുക്കുമെന്ന് ഉള്ള ഭയം ഉണ്ടാവുമായിരിക്കും. നിങ്ങൾക്ക് വീട്ടിൽ സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റില്ല. കാരണം യു ആർ ഫൈറ്റിംഗ് എ ലാർജർ ഫോഴ്സ് എന്ന് വിചാരിക്കുന്നുണ്ടാവാം. അതെന്തുകൊണ്ടാണ്? ദാറ്റ് ഇസ് ബിക്കോസ് യു ആർ ഐസൊലേറ്റഡ്. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് കോടതിയിൽ വരാൻ ധൈര്യമില്ല. നേരത്തെ താങ്കൾ പേടി എന്നുള്ളൊരു വേർഡ് ഉപയോഗിക്കുകയും ചെയ്തു എന്ന് ഞാൻ കേട്ടു. ഭയം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിൽ നമ്മൾ പല ആൾക്കാരും ജീവിക്കുന്നത്. വൈ? നമ്മൾ ഇത്രയും സംസാരിക്കുന്ന സമയത്ത് നമ്മൾ എന്തുകൊണ്ട് ആ ഭയം നമുക്ക് മാറ്റി നിർത്താൻ സാധിക്കുന്നില്ല? വൈ ഇസ് ഇറ്റ് ദാറ്റ് വി ഫീൽ ദാറ്റ് നമ്മൾ ഓരോരുത്തരും ഒറ്റയ്ക്കുള്ളൊരു വാറാണ് ഫൈറ്റ് ചെയ്യേണ്ടി വരിക എന്നത് എന്തുകൊണ്ട് വിചാരിക്കുന്നു? വെൻ ദ കോർട്സ് മേക്ക് എ ഡിക്ലറേഷൻ ഇറ്റ് ഇസ് ഫോർ എ പബ്ലിക് വോയിസ്. അല്ല എന്ന് പറയാൻ പറ്റുമോ? ഒരു പോലീസ് ഓഫീസർ, എല്ലാ പോലീസ് ഓഫീസേഴ്സും അല്ല, 99 അല്ലെങ്കിൽ 90% പോലീസ് ഓഫീസേഴ്സ് നല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഐ എം ഓൾസോ പ്രൊട്ടക്റ്റഡ് ബൈ ദ പോലീസ്. പക്ഷേ ഞാൻ ക്രിട്ടിക്കലാവുന്നത്, ഇന്ന് ഞാൻ കുട്ടികളോട് പറഞ്ഞു, സ്റ്റുഡൻറ്റ് കാഡറ്റ് പോലീസ് കുട്ടികളോട് ഞാൻ പറഞ്ഞു, ഐ സെഡ് വാട്ട് ഐ സോ ഇൻ ദാറ്റ് പർട്ടിക്കുലർ ഹാൾ വാസ് ദ ഹയസ്റ്റ് ഐഡിയൽസ് ഓഫ് പോലീസിങ്. അവിടെ കുട്ടികളുടെ കൂടെ പോലീസുകാർ അവരുടെ അങ്കിൾസായിട്ടോ അവരുടെ ചേട്ടന്മാരായിട്ടോ അവരുടെ ചേച്ചിമാരായിട്ടോ അവർ മിക്സ് ചെയ്യായിരുന്നു. ഒരു കുട്ടിക്ക് അവിടുത്തെ പോലീസുകാരോട് പേടിയുണ്ടായിരുന്നില്ല. ദ ടോപ്പ് റാങ്കിങ് IPS ഓഫീസേഴ്സ് ഇന്ന് അവിടെ ഉണ്ടായിരുന്നു. അവരെല്ലാവരും വളരെ ഫ്രണ്ട്ലി ആയിട്ടും അങ്ങനെയാണ് മുന്നോട്ട് പോയിരുന്നത്. പക്ഷേ അഗെയിൻ ദാറ്റ് ഇസ് എൻ ഐഡിയലിസം ദാറ്റ് വി ആർ ലുക്കിംഗ് അറ്റ്. അപ്പോൾ അങ്ങനെ വരണമെങ്കിൽ ഇനിയിപ്പോൾ റോഡിൻ്റെ നമ്മൾ ഡിക്ലറേറ്ററി വന്നു കഴിഞ്ഞു, റോഡിൽ കുഴി പാടില്ല എന്ന് നമ്മൾ പറഞ്ഞു എന്ന് പറയുന്നു. ഐ ഹവ് മേഡ് ദ കളക്ടർ റെസ്പോൺസിബിൾ. പക്ഷേ എന്തുകൊണ്ട് അത് നടക്കുന്നില്ല? കളക്റ്റീവ് വോയിസ് വരുന്നില്ല. ഇങ്ങനത്തെ ഒരു കോൺക്ലേവിന് എന്തെങ്കിലും ഒരു ശരിക്കും മീനിങ് വരണമെങ്കിൽ ലെറ്റ് us aim for a collective voice. Let us think about a collective voice. Call for it. നമ്മൾ ഓരോരുത്തരും അവരവരുടെ ജീവിതത്തിന് വേണ്ടി ജീവിക്കാതെ let us go for a collective voice. I will be in front when I finish my career.